നമസ്കാരം. കാൽപന്താവേശത്തിന് വിസിലുയർന്നതിന് തൊട്ടുപിന്നാലെ മെക്സിക്കോ സിറ്റിയിൽ വൻ ചോരക്കളി. ലോകകപ്പിന് ഉദ്ഘാടന മത്സരം നടന്ന ഐതിഹാസികമായ എസ്റ്റാഡിയോ അസ്ടെക്ക സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധക്കാരും കലാപവിരുദ്ധ പോലീസും തമ്മിൽ തെരുവ് യുദ്ധം അഴിച്ചുവിട്ടതോടെ മെക്സിക്കോ ലോകകപ്പിന്റെ തുടക്കം കറുത്ത അധ്യായമായി മാറി. 87,000-ഓളം കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിനുള്ളിൽ വൻ ആഘോഷങ്ങളോടെ ടൂർണമെന്റിന് തുടക്കമിട്ടപ്പോൾ പുറത്ത് ലാത്തിച്ചാർജും കണ്ണീർ വാതക പ്രയോഗവും കല്ലേറുമാണ് അരങ്ങേറിയത്. അക്രമത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ശമ്പള വർധനവും പെൻഷൻ പരിഷ്കരണവും ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന തീവ്ര ഇടതുപക്ഷ അധ്യാപക സംഘടനകളും രാജ്യത്ത് തുടരുന്ന അതിരൂക്ഷമായ മയക്കുമരുന്ന് മാഫിയ യുദ്ധങ്ങളിൽ കാണാതായവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള വൻ പ്രതിഷേധക്കാരുടെ കൂട്ടമാണ് സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ വലയം ഭേദിക്കാൻ ശ്രമിച്ചത്. മത്സരം തുടങ്ങാൻ കൃത്യം 10 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വടക്കു കിഴക്കൻ ഭാഗത്തുനിന്നും ഇരച്ചെത്തിയ നൂറുകണക്കിന് പ്രകടനക്കാർ സ്റ്റേഡിയത്തിന്റെ ആഭ്യന്തര സുരക്ഷാ കോട്ടയിലേക്ക് അതിക്രമിച്ചു കയറാൻ നോക്കുകയായിരുന്നു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ ശക്തമായി പ്രതിരോധിച്ചു. പ്രകോപിതരായ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലുകളും ഫ്ലയറുകളും എറിയുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ട്രക്ക് തല്ലി തകർക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ കൈവിട്ടുപോയതോടെ വൻ പോലീസ് സന്നാഹവും കുതിരപ്പടയും രംഗത്തിറങ്ങി പ്രതിഷേധക്കാരെ തെരുവിൽ നിന്നും തുരത്തി. പോലീസും പ്രകടനക്കാരും പരസ്പരം കല്ലെറിഞ്ഞതോടെ പ്രദേശം യുദ്ധക്കളമായി മാറി. മെക്സിക്കോ സിറ്റിയിലെ സെക്രട്ടേറിയറ്റ് ഓഫ് സിറ്റിസൺ സെക്യൂരിറ്റി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 800-ഓളം പേരടങ്ങുന്ന 2 പ്രതിഷേധ ഗ്രൂപ്പുകളാണ് സംഘർഷത്തിന് പിന്നിൽ. ഇതിൽ മുഖംമൂടി ധരിച്ച 200-ഓളം പേർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സംഘർഷം നിയന്ത്രിക്കാൻ 300-ഓളം കലാപവിരുദ്ധ പോലീസുകാരെയാണ് വിന്യസിച്ചത്. ഇതിനിടയിൽ സ്റ്റേഡിയത്തിന് പുറത്ത് കളി കാണാനെത്തിയ ഒരാൾക്ക് ഹൃദയാഘാതമുണ്ടായതും പരിഭ്രാന്തി കൂട്ടി. മെഡിക്കൽ സംഘം ഇയാൾക്ക് ഉടൻ തന്നെ CPR നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അക്രമം അടിച്ചമർത്തിയ ശേഷവും സ്റ്റേഡിയത്തിന്റെ പുറത്ത് സുരക്ഷ ഉറപ്പാക്കാൻ കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചോരയേൽപ്പിച്ച് അബോധാവസ്ഥയിലായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകർ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നടക്കുന്നതായിരുന്നു. ടൂർണമെന്റിന് തുടക്കം അലങ്കോലമാക്കാൻ മെക്സിക്കോ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം 8ഓളം പ്രതിഷേധങ്ങളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ ഇരകളുടെ കുടുംബങ്ങൾക്ക് പുറമെ അധ്യാപക സംഘടനകൾ, ഫെഡറൽ ജുഡീഷ്യറി ജീവനക്കാർ, ട്രാൻസ്പോർട്ട് ആരോഗ്യ മേഖലയിലെ തൊഴിലാളികൾ, കർഷക സംഘടനകൾ എന്നിവരും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. കനത്ത സുരക്ഷ മുൻകൂട്ടി ഒരുക്കിയിരുന്നതിനാൽ വലിയ ദുരന്തമൊഴിവായി. സംഘർഷത്തെ തുടർന്ന് സമീപത്തെ 4 മെട്രോ സ്റ്റേഷനുകൾ ഉടനടി അടച്ചുപൂട്ടി. പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും ലോകകപ്പിന് സന്തോഷം ആസ്വദിക്കാൻ കായിക പ്രേമികൾക്ക് അവകാശമുണ്ടെന്നും 2 സംഭവങ്ങളും ഒരേ സമയം നഗരത്തിൽ നടക്കാവുന്നതേ ഉള്ളൂവെന്നും മെക്സിക്കോ സിറ്റി ഗവൺമെന്റ് മേധാവി ക്ലാര ബ്രുഗഡ മൊലിന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ജനാധിപത്യപരമായ അനുമതിയെ അക്രമികൾ തെരുവ് യുദ്ധത്തിനുള്ള അവസരമാക്കുകയാണ് ഉണ്ടായത്. പുറത്ത് ഈ ചോരക്കളി നടക്കുമ്പോഴും സ്റ്റേഡിയത്തിനുള്ളിൽ വൻ ഗോളാരവങ്ങളാണ് ഉയർന്നത്. വിഖ്യാത ഗായിക ഷക്കീരയുടെ തകർപ്പൻ പ്രകടനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ മെക്സിക്കോ ആദ്യ ഗോൾ നേടി. ആവേശകരമായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മെക്സിക്കോ പരാജയപ്പെടുത്തി.